എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ്. അതായത് ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ്. HSAയുടെ പരീക്ഷ എഴുതുന്നവർക്കെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ആ സിലബസിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് ആ ഭാഗങ്ങളായിട്ട് വരുന്ന ആ പാർട്ടായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇത് ഈ ഇന്ത്യൻ റിനൈസൻസും അതുപോലെ തന്നെ റീഫോമിസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് രാജാറാം മോഹൻ റായിനെ കുറിച്ചാണ്. ഇങ്ങനെ ഓരോ നവോത്ഥാന നായകന്മാരെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അവർ സ്ഥാപിച്ച ഓരോ സംഘടനകളായാലും സ്ഥാപനങ്ങളായാലും എന്നീ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയിൽ വേണം. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള കോട്ട്സ്, അവർ ചില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോഴും അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. ഇന്ന് നമുക്ക് രാജാറാം മോഹൻ റായിയെക്കുറിച്ച് പഠിക്കാം. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം. രാജാറാം മോഹൻ റായ് ജനിച്ച വർഷം 1772. രാജാറാം മോഹൻ റായ് ജനിച്ച വർഷം 1772. അപ്പോൾ എന്നാണ് രാജാറാം മോഹൻ റായ് ജനിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1772. രാജാറാം മോഹൻ റായ് ജനിച്ച സ്ഥലം ബംഗാളിലെ രാധാനഗർ. അപ്പോൾ രാജാറാം മോഹൻ റായ് ജനിച്ച സ്ഥലം എവിടെയാണ്? ബംഗാളിലെ രാധാനഗർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് രാധു നമ്മൾ ഈ ബാലരമ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, രാജു രാധ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കണക്ഷൻ വയ്ക്കാം. ബംഗാളിലെ എവിടെയാണ്? രാധാനഗർ. അപ്പോൾ ബംഗാളിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ബംഗാളിലെ രാധാനഗർ എന്ന സ്ഥലത്താണ് രാജാറാം മോഹൻ റായ് ജനിച്ച സ്ഥലം. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? രാജാറാം മോഹൻ റായ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. 1815 രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച സംഘടന ആത്മീയ സഭയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആത്മീയ സഭ ആരുടെയാണ്? രാജാറാം മോഹൻ റായുടെയാണ്. അതുപോലെ അദ്ദേഹത്തിന് തന്നെയാണ് എന്ത്? ബ്രഹ്മസമാജമൊക്കെ. അപ്പോൾ ആത്മീയ സഭ നമ്മൾ ഓർത്ത് വെക്കണം. ബ്രഹ്മസമാജം നമുക്ക് എപ്പോൾ ചോദിച്ചാലും അറിയാം ആരുടെയാണ്? രാജാറാം മോഹൻ റായുടെയാണ്. അപ്പോൾ ഇതും കൂടെ ഓർത്ത് വയ്ക്കുക. ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. എന്നാണ് വർഷം എന്നാണ്? 1815. 1815 രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. 1825 കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റായാണ്. അപ്പോൾ എപ്പോഴാണ്? 1815 അദ്ദേഹം ആത്മീയ സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. എന്നാൽ 1825 കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റായ്. ഇപ്പോഴാണ് 1825 എവിടെയാണ്? കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റായ് ആണ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരിക. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരികയാണ് സംപാദ കൗമുദി. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരികയാണ് സംപാദ കൗമുദി. ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം. കൊല്ലം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ഓർത്ത് വെക്കണം. 1828. ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുള്ളത്. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ പേര് ബ്രഹ്മസഭ എന്നാണ്. ഈ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ പേര് ബ്രഹ്മസഭ എന്നാണ്. ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം 1830. എന്താ പറഞ്ഞത് ഇവിടെ? ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷമാണ് 1830. ഇത് ഫസ്റ്റ് സ്ഥാപിച്ചത് എപ്പോഴാണ്? 1828. എന്നാൽ ഈ ബ്രഹ്മസഭ പിന്നീട് ബ്രഹ്മസമാജം എന്നറിയപ്പെടാൻ തുടങ്ങിയ വർഷമാണ് 1830. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ
വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവ്. എന്താ പറഞ്ഞത്? സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസ്സാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ. അപ്പോൾ ഏത് പ്രഭുവാണ്? വില്യം ബെൻഡിക് പ്രഭുവിനെയാണ്. അപ്പോൾ സതി നിർത്തലാക്കിയത് ഏത് പ്രഭുവാണെന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. അപ്പോൾ ഈ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ചതാണ് ആര്? രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസ്സാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം 1829. അപ്പോൾ നമ്മൾ ഈ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപിതമായ വർഷം പറഞ്ഞിരുന്നു 1828 അപ്പോൾ അതിൻ്റെ തന്നെ തൊട്ടടുത്ത വർഷമായ 1829 എന്ത് സതി നിർത്തലാക്കിയത്. സതി നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചോദിച്ചെങ്കിൽ ആരെ എഴുതണം? രാജാറാം മോഹൻ റായിനെ എഴുതണം. അപ്പോൾ സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക് പ്രഭു. ഓർത്ത് വെക്കുക, സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക് പ്രഭു ആണ്. ഇങ്ങനെ ഈ സതി നിർത്തലാക്കാൻ വേണ്ടി നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് ആര്? രാജാറാം മോഹൻ റായ്. ശൈശവ രീതിയിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റായ് ആണ്. ശൈശവ രീതിയിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റായ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റായ്. എന്താ പറഞ്ഞത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റായ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റായ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ ചോദിച്ചു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റായ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. നമുക്ക് ദേശീയത എന്നൊക്കെ കാണുമ്പോൾ തെറ്റിപ്പോവരുത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നുകൂടി അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് ആണ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റായ് ആണ്. ഏതാണ്? ഭഗവത്ഗീത ഏത് ഭാഷയിലേക്കാണ്? ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റായ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? അദ്ദേഹം ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു, അതായത് മൊഴിമാറ്റം ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം ബജ്ര സൂചി
രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് ബജ്ര സൂചി എന്ന നാടകമാണ്. അതെന്താണ് ആ നാടകം? എന്താണ്? ജാതി വ്യവസ്ഥയെ എതിർക്കുന്നൊരു നാടകമാണ്. എന്ത്? ബജ്ര സൂചിയാണ് ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ്. അതിനെ ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ബജ്ര സൂചി എന്ന ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകത്തെ ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ്, അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് ആര്? രാജാറാം മോഹൻ റായ്. ആ നാടകത്തിൻ്റെ പേരെന്താണ്? ബജ്ര സൂചി. ആ നാടകത്തിൻ്റെ പ്രത്യേകത എന്താ? ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ്. ഈ നാടകം ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ധാരാണ്? രാജാറാം മോഹൻ റായ്. ആ നാടകത്തിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, ബജ്ര സൂചി എന്ന നാടകമാണ്. അടുത്തത്, ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് രാജാറാം മോഹൻ റായാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റായാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയിലൊരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് ആരാണ്? രാജാറാം മോഹൻ റായാണ്. ഇദ്ദേഹം തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷനറി സ്കൂൾ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയാണ്. 1830. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട കൊല്ലം ഓർത്ത് വയ്ക്കേണ്ടത് എന്താണ്? 1828 എന്ത്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ 1829 സതി നിർത്തലാക്കിയത്. അതുപോലെ അദ്ദേഹം ആത്മീയ സഭ, അത് എപ്പോഴാണ്? 1815. എങ്കിലും ഏറ്റവും കൂടുതൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൊല്ലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷവും അതുപോലെ തന്നെ സതി നിർത്തലാക്കിയ വർഷമാണ്. അദ്ദേഹം, നമ്മളിപ്പോൾ ഏതാ പറഞ്ഞത്? അദ്ദേഹം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയാണ്. 1830. റാംമോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി. അപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ എന്താണ്? രാജാറാം മോഹൻ റോയ് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ റാം മോഹൻ റോയ് എന്നാണ്. അദ്ദേഹത്തിന് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ രണ്ടാമൻ. റാംമോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ രണ്ടാമനാണ് റാംമോഹൻ റോയ്ക്ക് രാജ എന്നൊരു സ്ഥാനപ്പേര് നൽകിയത്. ഇപ്പോൾ അദ്ദേഹത്തെ എന്താണ്? രാജാറാം മോഹൻ റായ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ രണ്ടാമൻ. അത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ബ്രഹ്മസമാജത്തിൻ്റെ ഇയർ ചോദിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇവിടെയാണ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? രാജാറാം മോഹൻ റോയ്. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? രാജാറാം മോഹൻ റോയാണ്. എന്താ പറഞ്ഞത്? ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ രാജാറാം മോഹൻ റോയാണ്. ഈ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരിക ഏതാണ്? സംവാദ് കൗമുദിയാണ്. പിന്നെ ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ രാജാറാം മോഹൻ റോയാണ്. അടുത്തത് 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയാണ്. എവിടെയാണ്? ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ. അപ്പോൾ നമ്മൾ അദ്ദേഹം ജനിച്ച കൊല്ലം പഠിച്ചു. ഏതാണ്? 1772 രാജാറാം മോഹൻ റോയ് ജനിച്ചത്. എന്നാൽ മരിച്ചത് 1833. എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്? ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. നമ്മൾ അദ്ദേഹം ജനിച്ച സ്ഥലം ഏതാന്ന് പറഞ്ഞു? ബംഗാളിലെ
രാധാനഗറാണ്. ബംഗാളിലെ രാധാനഗറാണ് അദ്ദേഹം ജനിച്ച സ്ഥലം. എന്നാൽ മരിച്ചത് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിലാണ് 1833 സെപ്റ്റംബർ 27-നാണ്. പിന്നെ ഈ രാജാറാം മോഹൻ റോയുടെ പ്രധാന കൃതികളാണ് ജീസസിൻ്റെ കൽപ്പനകൾ, പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്, ജീസസിൻ്റെ കൽപ്പനകളും. അതുപോലെ തന്നെ വേറൊരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്ത് ഉൾ മുവാഹിദീൻ. എന്താണ് തുഹ്ഫത്ത് ഉൾ മുവാഹിദീൻ? ഗിഫ്റ്റ് ടു മൊണോത്തീസിസ് എന്നാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. ഞാനിവിടെ അത് എഴുതി കാണിക്കാം. അപ്പം എന്താണ് ആ കൃതിയുടെ പേര്? തുഹ്ഫത്ത് ഉൾ മുവാഹിദീൻ. തുഹ്ഫത്ത് ഉൾ മുവാഹിദീൻ, അതായത് ഗിഫ്റ്റ് ടു മോണോത്തിസിസ്, ഗിഫ്റ്റ് ടു മോണോത്തിസിസ് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ജീസസിൻ്റെ കൽപ്പനകൾ, പെർസെപ്റ്റ്സ് ഓഫ് ജീസസും അതുപോലെ തന്നെ തുഹ്ഫത്ത് ഉൾ മുവാഹിദീൻ. ഇതും ആരുടെ കൃതികളാണ്? രാജാറാം മോഹൻ റോയുടെ കൃതികളാണ്. രാജാറാം മോഹൻ റോയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികൾ കേശവ് ചന്ദ്രസേനും ദേവേന്ദ്രനാഥ ടാഗോറുമാണ്. അപ്പം എന്താ പറഞ്ഞത്? രാജാറാം മോഹൻ റോയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികൾ കേശവ് ചന്ദ്രസേനും ദേവേന്ദ്രനാഥ ടാഗോറാണ്. ആരൊക്കെയാണ്? കേശവ് ചന്ദ്രസെനും ദേവേന്ദ്രനാഥ ടാഗോറും. കേശവ് ചന്ദ്രസെൻ, പിന്നെ ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോറാണ് ഈ ബ്രഹ്മസമാജത്തിൻ്റെ, രാജാറാം മോഹൻ റോയുടെ മരണത്തിന് ശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികളാണ് കേശവ് ചന്ദ്രസേനും ദേവേന്ദ്രനാഥ ടാഗോറും. ബ്രഹ്മസമാജത്തിൻ്റെ 2 പിരിവുകൾ. അപ്പോൾ ബ്രഹ്മസമാജം 2ആയി വിഭജിച്ചു. അതൊന്ന് ആദി ബ്രഹ്മസമാജവും അടുത്തത് ഭാരതീയ ബ്രഹ്മസമാജവും. ഇതാണ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും എന്ന ഈ ബ്രഹ്മസമാജം 2ആയിട്ട് പിരിഞ്ഞു. എന്നിട്ട് ഈ റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പിന്നീടുള്ള നേതൃത്വം വഹിച്ച വ്യക്തികളാണ് ആര്? കേശവ് ചന്ദ്രസേനും ദേവേന്ദ്രനാഥ ടാഗോറും. അപ്പോൾ ഈ റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഈ ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചൊരു സംഘടനയാണ് തത്വബോധിനി സഭ. അപ്പോൾ തത്വബോധിനി സഭ ആരുടെയാണ്? ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം തത്വബോധിനി സഭ ആരംഭിച്ചത്? റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ദേവേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ സംഘടനയാണ് എന്ത്? തത്വബോധിനി സഭ. അപ്പോൾ എന്താ പറഞ്ഞത്? റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ. നമ്മൾ പിന്നെ പറഞ്ഞിരുന്നു ഈ ബ്രഹ്മസമാജം എന്താണ്? 2ആയി പിരിഞ്ഞു. എന്തെന്ന്? ആദി ബ്രഹ്മസമാജവും പിന്നെന്താ? ഭാരതീയ ബ്രഹ്മസമാജവും. ഇതിൽ ഈ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഏതാ പറഞ്ഞത്? ആദി ബ്രഹ്മസമാജത്തിന് നമ്മൾ 2ആയി പിരിഞ്ഞു എന്ന് പറഞ്ഞു. അതിൽ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. എന്നാൽ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്രസേനാണ്. അപ്പോൾ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് എന്ത്? തത്വബോധിനി സഭ. തത്വബോധിനി സഭയാണ്. അതുപോലെ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേശവ് ചന്ദ്രസേനാണ്. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. ഇതുകൂടാതെ എന്താണ്? സാധാരണ ബ്രഹ്മസമാജം എന്ന് പറഞ്ഞിട്ടുള്ള അതിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രിയാണ്. ആരൊക്കെയാണ്? ആനന്ദ മോഹൻ ബോസ്, ശിവാനന്ദ ശാസ്ത്രി. ആനന്ദ മോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രിയുമാണ് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ്. അപ്പം എന്താ പറഞ്ഞത്? മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച അന്വേഷകൻ എന്ന്. ഇത് ആരെക്കുറിച്ചുള്ള വിശേഷണമാണ്? രാജാറാം മോഹൻ റോയെ കുറിച്ചിട്ട് മോനിയർ വില്യംസ് വിശേഷിപ്പിച്ചതാണ്. എന്താ പറഞ്ഞത്? മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചതാണ് മോനിയർ
വില്യംസ് മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകനെന്ന് രാജാറാം മോഹൻ റായിയെ വിശേഷിപ്പിച്ചതാണ് മോനിയർ വില്യംസ്. അപ്പം നമ്മളിന്ന് രാജാറാം മോഹൻ റായിയെക്കുറിച്ച് മാക്സിമം പോയിൻറ്റ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. അദ്ദേഹം ജനിച്ച വർഷം 1772 അതുപോലെ തന്നെ കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? രാജാറാം മോഹൻ റായ്. പിന്നെ 1815 അദ്ദേഹം സ്ഥാപിച്ചൊരു സംഘടനയാണ് ആത്മീയ സഭ. 1828 എന്താണ്? ബ്രഹ്മസമാജമാണ്. 19 സതി നിർത്തലാക്കി. ഈ സതി നിർത്തലാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാന നായകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രത്യേക വിശേഷണങ്ങളാണ് എന്ത്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, അതുപോലെ തന്നെ ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നൊക്കെ എന്താണ്? രാജാറാം മോഹൻ റായ് അറിയപ്പെട്ടു. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരിക എന്താണ്? സമ്പാദ് കൗമുദിയാണ്. അതുപോലെ ശൈശവ രീതിയിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? രാജാറാം മോഹൻ റായ്. പിന്നെ അദ്ദേഹം ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്താണ് രാജാറാം മോഹൻ റായ്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ജാതി വ്യവസ്ഥയെ എതിർക്കുന്നൊരു നാടകം വജ്രസൂചി എന്ന് പറഞ്ഞൊരു നാടകത്തെ അദ്ദേഹം എന്താണ്? ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. പിന്നെ റാം മോഹൻ റായ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകി കൊടുത്ത മുഗൾ ചക്രവർത്തിയാണ് അക്ബർ ഷാ രണ്ടാമൻ. പിന്നെ കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റായ്. കൊൽക്കത്തയിലെ ഹിന്ദു കോളേജാണ്. അതുപോലെ തന്നെ ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരാണ് രാജാറാം മോഹൻ റായ്. പിന്നെ അദ്ദേഹം അന്തരിച്ച സ്ഥലം ഏതാണ്? ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിലാണ്. ഇയർ ഏതാണ്? 1833. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ജീസസിൻ്റെ 10 കൽപ്പനകൾ, പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്, ജീസസിൻ്റെ കൽപ്പനകളാണ് പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്. അതുപോലെ തന്നെ തുഹ്ഫത്ത് ഉൾ മുവാഹുദ്ദീൻ, ഗിഫ്റ്റ് ടു മോണോത്തിസിസ്, തുഹ്ഫത്ത് ഉൾ മുവാഹിദ്ദീൻ, ഗിഫ്റ്റ് ടു മോണോത്തിസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. പിന്നെ ഈ സംഘടന രാജാറാം മോഹൻ റായുടെ മരണത്തിന് ശേഷം ഇതിൻ്റെ നേതൃത്വം കൊടുത്ത ആരൊക്കെയാണ്? കേശവ് ചന്ദ്രസേനും ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ഈ ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞ എന്താണ്? ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. ആദി ബ്രഹ്മസമാജം ആരാണ് അതിന് നേതൃത്വം നൽകിയത്? ദേവേന്ദ്രനാഥ് ടാഗോറാണ്. എന്നാൽ പിന്നെ നമ്മൾ പറഞ്ഞു ഭാരതീയ ബ്രഹ്മസമാജം അതിന് നേതൃത്വം നൽകിയത് ആരാണ്? കേശവ് ചന്ദ്രസേനാണ്. പിന്നെ ഈ റാം മോഹൻ റായുടെ ആശയങ്ങൾ കൂടുതൽ പ്രചരിക്കാൻ വേണ്ടിയിട്ട് തത്വബോധിനി സഭ ആരാണ്? തത്വബോധിനി സഭ സംഘടിപ്പിച്ചത് അതാരാണ്? ദേവേന്ദ്രനാഥ് ടാഗോറാണ്. അതുപോലെ തന്നെ സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രികളാണ്. അതുപോലെ ഈ രാജാറാം മോഹൻ റായെ കുറിച്ചിട്ട് മോനിയർ വില്യംസ് പറഞ്ഞൊരു വിശേഷണമാണ് എന്ത്? മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് എന്ന് മോനിയർ വില്യംസ് രാജാറാം മോഹൻ റായെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ ഗവേഷകൻ എന്ന് രാജാറാം മോഹൻ റായെ കുറിച്ച് വിശേഷിപ്പിച്ചത് ആരാണ്? മോനിയർ വില്യംസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രാജാറാം മോഹൻ റായെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ദേശീയ നേതാക്കളെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. വരുന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ അത്തരം വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിനെക്കുറിച്ചും ഈ ക്ലാസ്സിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.